വെൽക്കം ടു സ്പോട്ട് ഓൺ ചാനൽ. ഇന്നത്തെ വീഡിയോ സെഗ്മെൻറ്റ് ഒരു സ്പെഷ്യൽ സെഗ്മെൻറ്റാണ് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഞങ്ങളൊരു ചൂണ്ടയിടൽ പരിപാടിയും അതിൻ്റെ ചൂണ്ടയിട്ട് ഞങ്ങൾക്ക് മീൻ കിട്ടിയാൽ ഞങ്ങൾ ഫുഡ് സെഗ്മെൻറ്റിലോട്ട് പോകും. അപ്പം ഇവിടെ ഇഷ്ടംപോലെ മീൻ കിട്ടുന്നുണ്ട്. റെഡ്ബെല്ലി എന്ന് പറയുന്ന മീനാണ്, വളർത്തു മീനാണ്. വെള്ളപ്പൊക്കത്തിന് ചാടിപ്പോയതെല്ലാം ഇപ്പം ഇവിടെ ഒത്തിരി പേർക്ക് ചൂണ്ടയിട്ട് കിട്ടുന്നുണ്ടെന്ന് പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചൂണ്ടയിട്ട് നോക്കാം. ഉണ്ടെങ്കിൽ കിട്ടിയാൽ നമുക്ക് ഫുഡ് സെഗ്മെൻറ്റും കാണാം. രാവിലെ തൊട്ട് ഇരിക്കുകയാണ്. കൊത്തുണ്ട്, പക്ഷേ ഇതുവരെ മീനൊന്നും കിട്ടിയില്ല. പ്രതീക്ഷ കൈവിട്ടിട്ടില്ല. നമുക്ക് നോക്കാം. ചൂണ്ടയിട്ട് കൊത്തൊക്കെ ഉണ്ട്, പക്ഷേ എന്തോ ഒരു രാശിക്കുറവ്. നമുക്ക് വേറൊരു സ്ഥലത്ത് പോയി നിന്നിട്ട് നോക്കാം. കൊത്തിയിട്ടുണ്ട് കൊത്തട്ട് കേട്ടോ. ഞാൻ വലിക്കാൻ പോവാ. പട്ടക്കിത്ത റെഡ് വെല്ലിയെ കണ്ട കടിച്ചു പിടിച്ചേക്കുക, വിടത്തില്ല. അണ്ണാക്കി കയറി കുത്തിയാലും വിടത്തില്ല. ഉണ്ടാ ഇതുണ്ടോ, എൻ്റെ കണ്ണിക്കൂടാണ് ഉടക്കിയേക്കുന്നത്. നോക്കി, കണ്ണിൻ്റെ ഇടയ്ക്കൂടാണ് ഉടക്കിയേക്കുന്നത്. ഇപ്പം ഏതായാലും ഭാഗത്തിന് 2 എണ്ണമായി. അതിൻ്റെ ഇടയ്ക്ക് അതിൻ്റെ പൂച്ച വന്നിട്ട് പൂച്ചയ്ക്ക് കൊടുക്കണമെന്ന്. പൂച്ചയ്ക്ക് ഞാൻ കൊടുക്കുന്നുണ്ട്. മറി കൊണ്ട് അപ്പം 2 എണ്ണമായി. ഏതായാലും നമുക്കൊന്ന് ചുട്ടെടുക്കാനായിട്ടുള്ളതായി. അത്യാവശ്യം വലിപ്പമുള്ള റെഡ്ബെല്ലിയാണ്. രാവിലെ തൊട്ടിരിക്കുകയാണ്. ഏതായാലും സന്തോഷമായി. നിങ്ങളെ കാണിക്കാനായിട്ട് എനിക്കൊരു ഡിഷും എനിക്ക് തയ്യാറാക്കാം. അപ്പം നമുക്കിത് ചുട്ടെടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ മീനിനുള്ള മസാല അത് തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിനുള്ള കൂട്ടുകൾ എന്നാന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്താം. അതിന് നമ്മളൊരു പ്രത്യേക മസാലക്കൂട്ടാണ് ഇന്നുണ്ടാക്കുന്നത്. അപ്പം ഇതിന് ആവശ്യമായ മല്ലിയില തന്നെ ഇത് കണക്കൊരു പിടി, അത് കണക്ക് തന്നെ അതിൻ്റെ ഒരു 1/4 ഭാഗം കണക്കിന് പുതിനയില, കണക്ക് പച്ചമുളക് ഒരു 4 എണ്ണം, വെളുത്തുള്ളി ഒരു 7 എണ്ണം, 7 അല്ലി, കണക്ക് തന്നെ ഇഞ്ചി, കണക്ക് തന്നെ ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 1 ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ വിനാഗിരി ഒഴിക്കുക. എന്നിട്ട് ആ വെള്ളമായിരിക്കണം മിക്സിക്കകത്തിട്ട് നമ്മളിത് മിക്സ് ചെയ്ത് എടുക്കുമ്പം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം, അതിനകത്തോട്ട് 1 സ്പൂൺ ഓയിലും കണക്ക് തന്നെ 1 സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ട് ആ ഒരു മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതാണ് നമ്മൾ ഈ മീനിൻ്റെ പുറത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്ന മസാല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് കാണാം. മീൻ വെട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് ഇനി മസാല തേച്ച് പിടിപ്പിക്കണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3-4 വര നമുക്ക് ഇട്ട് ഇതിനകത്ത് തേച്ച് പിടിപ്പിക്കുമ്പോൾ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 വര ഇട്ട് കൊടുക്കാം. അപ്പം സിമ്പിളായിട്ട് ഇങ്ങനെ വരഞ്ഞ് വിട്ടാൽ മതി അതിൻ്റെ മീനിൻ്റെ 2 സൈഡും. ഇനിയിപ്പം നമുക്ക് ചെയ്യാനുള്ള സിമ്പിളായിട്ടുള്ള കാര്യമാണ്, നമ്മൾ മിക്സിക്കകത്ത് അടിച്ചെടുത്ത ആ ഒരു മസാലക്കൂട്ട് ഞാൻ കാണിച്ചു തരാം. ഇതാണ്. അപ്പോൾ ഈ മസാലക്കൂട്ട് നമ്മൾ ഈ വെച്ചിരിക്കുന്ന പാത്രത്തിലോട്ട് നമുക്ക് ജസ്റ്റ് ഒഴിക്കുക, എന്നിട്ട് മുക്കി പൊക്കി എടുത്താൽ മതി. എന്നിട്ട് ഇത് നമുക്ക് ഇലയെ പൊതിഞ്ഞെടുക്കാം. ഓക്കെ, നമ്മളിപ്പം ഇത് ഇല വെച്ച് പൊതിയാൻ പോവാണ്. ഇത് വാട്ടിയെടുത്ത ഇലയാണ്, അതുകൊണ്ട് ഇങ്ങനെ വെക്കുക, ഒന്ന് പൊതിയുക. നമ്മൾ ഒരു കെട്ടിടുക. ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ 2 മീനും 2 ഇലയിലായിട്ട് കെട്ടി അതിൻ്റെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആ മസാല അത് നമ്മൾ നന്നായിട്ട് ഇതിനകത്ത് തേച്ച് പിടിപ്പിച്ചു. ഇതിനകത്തും പുറത്തും എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നന്നായിട്ട് ഇതൊന്ന് നമ്മൾ ഇതിനകത്ത് വെച്ച് ചുട്ടെടുക്കുമ്പം ആ ഒരു ഫ്ലേവർ ഒക്കെ നന്നായിട്ട് പിടിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊന്ന് കാണാം. നല്ല ചൂടുണ്ട്, ഒരു രക്ഷയില്ല. നമ്മളിപ്പം ചെയ്തത് ഈ കിണറിൻ്റെ മേളിൽ നമ്മൾ പൊതിഞ്ഞ് കെട്ടിയ ആ വാഴയിലയിൽ പൊതിഞ്ഞ് കെട്ടിയ മീനും അതിൻ്റെ സംഭവം എല്ലാം കൂടെ വെച്ചു. അതിൻ്റെ മേളിൽ നമ്മളിപ്പം കിണർ എടുത്ത് കൊട്ടിയിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയത്ത് 2 സൈഡും വെന്ത് കിട്ടും. ഒരു ഏകദേശം ഒരു 7 തൊട്ട് 10 മിനിറ്റ്, അതാണ് വേവ്. ഇപ്പോൾ റെഡ് ബെല്ലിയൊക്കെ ആയതുകൊണ്ട് ഒത്തിരി ഇതില്ല ഇതിന്. അപ്പോൾ ഒരു 7-8 മിനിറ്റ് ആകുമ്പം നമുക്കിത് എടുക്കാം. നമ്മുടെ മീൻ നല്ല അടിപൊളിയായിട്ട് ഇപ്പം ചുട്ട് എടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പം പൊളിക്കത്തില്ല. ഇനി ഇതിന് വേണ്ടിയിട്ട് ഒരു ചട്നി ഉണ്ടാക്കുന്നുണ്ട്. ആ ചട്നി ഉണ്ടാക്കിയിട്ട് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമുക്കിത് പൊളിച്ചെടുക്കാം. ഓക്കെ, ചട്നിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു 4 വറ്റൽമുളക് എടുത്തിട്ട് ഇത് ഈ കനലിൽ തന്നെ ചുട്ടെടുക്കണം. അപ്പോൾ അതൊന്ന് നോക്കാം നമുക്ക്. അപ്പോൾ നമ്മൾ ഏകദേശം ഇതിൻ്റെ അവസാന ഘട്ടത്തിലോട്ടായിരിക്കുകയാണ്. അപ്പം നിങ്ങൾ കണ്ടു കാണും, ഞാൻ ഒരു ഒരു ലെയർ വെച്ചിട്ട് അതിൻ്റെ മേളിലാണ് നമ്മൾ മീൻ വെച്ചത്. അതിൻ്റെ മേളിൽ നമ്മൾ എടുത്തിടുന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നുമല്ല, നമുക്ക് ഒരേപോലെ വേവ് കറക്റ്റ് ആവണം. അതിന് വേണ്ടിയിട്ടാണ്. ടൈമിംഗ് ഒന്നുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു 10 മിനിറ്റ് മാക്സിമം, അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ ഈ ഇല കരിയാൻ തുടങ്ങും, പിന്നെ അത് അകത്ത് കയറി പിടിക്കും. അപ്പോൾ അങ്ങനെ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്. അപ്പം 10 മിനിറ്റാണ്. അപ്പം നമുക്ക് ഏതായാലും ഇത് തുറന്നു നോക്കാം. ഫുള്ള് ഇത് പുറത്തെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു പച്ച നിറമാണ്, ഇളം പച്ച നിറം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് പുതിനയിലയും അതിനൊക്കെ തന്നെ മല്ലിയിലയും ഉപയോഗിച്ചിട്ടുണ്ട്. മല്ലിയില എത്ര എടുക്കുന്നോ അതിൻ്റെ ഒരു 1/4 ഭാഗം മാത്രമേ പുതിനയില എടുക്കാവുള്ളൂ.
അപ്പം അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നല്ലൊരു ഫ്ലേവർ കൊടുക്കാനാണ്. ആക്ച്വലി നമ്മൾ ചുട്ടെടുക്കുമ്പം സാധാരണ ആരും ശകല ഉപ്പ് മാത്രം തളിച്ചിട്ടാണ് സാധാരണ ചുട്ടെടുക്കുക. പക്ഷെ നമ്മൾ അതിനൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത്. നല്ലൊരു സൂപ്പർ ചമ്മന്തി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കുന്നത് ഒന്നാമത്തേത് വാളംപുളി, അതാണ് തന്നെ ചുവന്നുള്ളി, അതുപോലെ തന്നെ നമ്മുടെ ഈ കനരയിൽ തന്നെ ചുട്ടെടുത്ത ഇത് വറ്റൽമുളക്. അതാണ് കുറച്ചുകൂടെ ഒരു എരിവ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒരു കുറച്ച് മുളക് പൊടി ഉപയോഗിക്കാം. അതാണ് ആവശ്യത്തിന് ഉപ്പും. അത് മിക്സിക്കകത്ത് നന്നായിട്ട് അടിച്ചെടുക്കുക. നല്ല ക്രീം പരുവത്തിന് അതിൻ്റെ കൂടെ ഒരു ശകലം ഓയിൽ നമ്മൾ ഒഴിച്ചു കൊടുത്താൽ നല്ല സൂപ്പറായിട്ട് ഉള്ളൊരു ക്രീമി ചട്നി കിട്ടും. അപ്പം അത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അത്രയ്ക്ക് തിക്കായിട്ടുള്ള ഒരു എന്താ പറയുന്നത് ചട്നിയാണ്. അപ്പം നമുക്ക് ഇപ്പം ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് ടേസ്റ്റ് ചെയ്യുന്ന സമയമാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞ കണക്ക് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് ആർക്കും കൊടുക്കും. ഓക്കെ, അപ്പം ടേസ്റ്റ് ചെയ്യാം. അയക്കണം. നന്നായിട്ട് എന്താ പറയുന്നത് നല്ലൊരു ഫീലിംഗ് ആണ്. ആ ചട്നി ഇവത്തേലോട്ട് ചേരുമ്പം കഴിക്കാനുണ്ടാകുന്ന ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഫീലിംഗ് ഉണ്ട്. അപ്പം ഞാനത് ടേസ്റ്റ് ചെയ്യാൻ പോകണം. നോക്കണം. സൂപ്പറായിട്ടുണ്ട്. ചുട്ടെടുത്തിട്ടും അതിൻ്റെ മേളിൽ ഈ ചട്നി ഇങ്ങനെ മുക്കി തിന്നുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പം നമ്മൾ വേറൊരു ഫ്ലേവർ കൊടുത്തിട്ടും അതിൻ്റെ കൂടെ നമ്മൾ വേറെ ഒരു ചട്നി നന്നായിട്ട് ഉണ്ടാക്കിയെടുത്തും പ്രത്യേകിച്ച് വറ്റൽമുളക് ചുട്ടെടുക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റാണ്. അതാണ് ഇതിനകത്ത് മേജർ ഒരു കാര്യം. അപ്പം എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം എല്ലാവർക്കും നല്ല നാളെ ഉണ്ടാവട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ ബൈ.